കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെയും വിഷുദിനാശംസകൾ. ഈ ഒരു വിഷുക്കാലത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹായ്, ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വീഡിയോ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷമാണല്ലേ നമ്മൾ ഈ വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു ഇൻഫോർമേറ്റീവായ കാര്യം പറഞ്ഞു തരണം എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മളെ CSEBയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അനുബന്ധമായിട്ടൊരു ലൈവ് നമ്മൾ നടത്തിയതാണ്. അപ്പോൾ ആർക്കൊക്കെ CSEB എക്സാമിന് വേണ്ടി അപേക്ഷിക്കാം? ഇപ്പൊ നമുക്കറിയാം, നമ്മളെ എക്സാമിന്റെ പാറ്റേണിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അപേക്ഷ സ്വീകരിക്കുന്നതല്ലോ ആർക്കൊക്കെയാണ് അപേക്ഷകൾ നൽകാൻ സാധിക്കുക, അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെ എങ്ങനെയാണ് നമുക്ക് അപേക്ഷിക്കേണ്ടത്? ചിലപ്പോൾ നമ്മളിടയിൽ തന്നെ ആദ്യമായിട്ട് CSEB എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കണം. സോ അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ കാര്യം പൊതുനിർദ്ദേശങ്ങളാണ്. നമുക്ക് എങ്ങനെയാണ് CSEB എക്സാമിന് വേണ്ടി എന്തൊക്കെ പൊതുനിർദ്ദേശങ്ങളാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ പ്രായത്തിന്റെ കാര്യം പറയുന്നു. പ്രായം എങ്ങനെയാണ് വേണ്ടത്? ഇവിടെ നിന്നോട്ടാണ് നമ്മളെ പ്രായത്തിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. നോക്കാം, പ്രായം ഡേറ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. അതായത് 2025 18 വയസ്സ് തികഞ്ഞിരിക്കണം, കൂടാതെ 40 വയസ്സിന് മുകളിലാവാനും പാടില്ല. പക്ഷെ ഇത് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ജനറൽ കാറ്റഗറിയാണ്. ഓക്കെ, ജനറൽ കാറ്റഗറിക്കാണ് ഇത് കൊടുത്തത്. പട്ടികജാതി വിഭാഗത്തിനൊക്കെ ഇളവുകളുണ്ട്. ഇത് നോക്കാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവുണ്ട്. അപ്പൊ അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗമാണെങ്കിൽ അവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ഇൻഫർമേഷനായി. ഇനി മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും അതേപോലെ തന്നെ ജനറൽ കാറ്റഗറിയിൽ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, അവരെ നമ്മൾ വിളിക്കുക EWS എന്നാണ് നമ്മൾ വിളിക്കുക, EWS. സോ അത്തരത്തിലുള്ള ആൾക്കാർക്കും എന്തുണ്ട്? അവർക്ക് 3 വർഷത്തെ ഇളവുകളുണ്ട്. ആർക്കൊക്കെയാ? ഒന്ന്, പിന്നാക്ക വിഭാഗക്കാർക്ക്, വിമുക്ത ഭടന്മാർക്ക്, അതേപോലെ തന്നെ പൊതുവിഭാഗത്തില് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കൊക്കെ 3 വർഷത്തെ ഇളവുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻഫർമേഷനായി അല്ലെ. പിന്നെ അടുത്തതാണ് ഭിന്നശേഷിക്കാർ. ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം പറയുന്നുണ്ട്, 40% അതിൽ കൂടുതലോ ആയ ആൾക്കാർക്ക്, ഭിന്നശേഷിക്കാരിൽ 40% അതിൽ കൂടുതലോ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഭിന്നശേഷിക്കാരിൽ 40% അതിൽ കൂടുതലോ ഉള്ള ആൾക്കാർക്ക് 10 വർഷം വരെ ഇളവും, പിന്നീട് വിധവകൾക്ക് 5 വർഷം വരെ ഇളവും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഇളവുകൾ അവിടെ ലഭിക്കുന്നുണ്ട്. എത്ര ഉണ്ട് അപ്പൊ ഇളവുകൾ? നമുക്ക് പറയാം, 4-5 തരത്തിലുള്ള ഇളവുകൾ അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. പട്ടികജാതി വിഭാഗമാണെങ്കിൽ 5 വർഷത്തെ ഇളവ് ഉയർന്ന പ്രായപരിധിയിൽ. പിന്നെ പിന്നാക്ക വിഭാഗക്കാര്, വിമുക്ത ഭടന്മാര്, EWS എന്നിവർക്ക് 3 വർഷവും, അതേപോലെ ഭിന്നശേഷിക്കാര് 40% കൂടുതൽ ഭിന്നശേഷി അനുഭവിക്കുന്നവർക്ക് 10 വർഷത്തെ ഇളവുകളും, കൂടാതെ വിധവകൾക്ക് 5 വർഷത്തെ ഇളവുകളും ലഭിക്കും. ഇതാണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം. ഓക്കെ, നോക്കാം അടുത്തത് എങ്ങനെയാണ് പരീക്ഷ, അതിന്റെ അഭിമുഖം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പരീക്ഷയും അഭിമുഖവും നമുക്കറിയാം. നമ്മളൊക്കെ ഇപ്പം അറിഞ്ഞ് വന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ എപ്പോഴും കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ ക്ലർക്ക് കാഷ്യർ അല്ലെ. ആ ഒരു പോസ്റ്റാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓരോ 3 മാസവും നമുക്ക് വിളിക്കുന്ന ഒരു പോസ്റ്റാണ് CSEBയുടെ. പക്ഷേ ആ ഒരു പരീക്ഷയ്ക്ക് മാത്രമാണ് OMR ഷീറ്റ് ആയിട്ടുള്ള എക്സാം നടക്കുന്നത്. CSEBയുടെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ മാത്രമാണ് അവിടെ OMR പരീക്ഷ നടത്തുന്നത്. ബാക്കി എല്ലാ പരീക്ഷയും എന്താണ്? ഓൺലൈൻ മുഖാന്തരമാണ് പരീക്ഷ നടക്കുന്നത്. ഓക്കെ, നോക്കാം അടുത്തത്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന് ഉള്ള 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആകെ മൊത്തം 100 ചോദ്യങ്ങൾ, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് എന്തുള്ളത്, നമുക്ക് ശരി ഉത്തരങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന്റെ യോഗ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖത്തിന് പരമാവധി 20 മാർക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എക്സാം എഴുതി പാസ്സായാൽ മാത്രം പോരാ, എന്തുണ്ട്? ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് എത്ര മാർക്കാണ് ടോട്ടൽ? ഇന്റർവ്യൂവിന് 20 മാർക്കാണ് ടോട്ടലായിട്ട് വരിക. ഇന്റർവ്യൂവിന് എത്ര മാർക്കാണ്? 20 മാർക്ക് ടോട്ടലായിട്ട് വരും. ആ ഇന്റർവ്യൂവിന് ഹാജരായാൽ നമുക്ക് മിനിമം 4 മാർക്ക് കിട്ടും. അപ്പോൾ 20 മാർക്കാണ് ഇന്റർവ്യൂവിന് വരിക. അതിന് 4 മാർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്താൽ, അതായത് ഇന്റർവ്യൂവിന് ഹാജരായാൽ 4 മാർക്ക് കിട്ടും. പിന്നീടുള്ള 16 മാർക്കാണ് നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുക. ഇതാണ് പരീക്ഷയെ പറ്റി നമുക്ക് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ,
നോക്കാം അടുത്തൊരു കാര്യം. അടുത്തത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അതിന്റെ അപേക്ഷാ ഫീസിനെ പറ്റിയാണ്. എന്തൊക്കെയാണ് നോക്കാം. അപേക്ഷാ ഫീസിനെ പറ്റിയാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാം. ഒരു ബാങ്കിലേക്ക് മാത്രമല്ല, ഒന്നിൽ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാൻ പറ്റും. അതിനും കൃത്യമായ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ജനറൽ കാറ്റഗറി, അതേപോലെ OBC, SC, ST എന്ന രീതിയിൽ കൃത്യമായ ക്രൈറ്റീരിയകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം എവിടെയാണെന്നുള്ളത്. നോക്കൂ, അവിടെ പൊതുവിഭാഗക്കാർക്കും അതേപോലെ വയസ്സിളവ് ലഭിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരു ബാങ്കിന് 150 രൂപയാണ് അപേക്ഷാ ഫീസ്. അതായത് ജനറൽ കാറ്റഗറിക്കാർക്ക് എത്രയാണ് അപേക്ഷാ ഫീസ്? ഒരു സംഘം അല്ലെ ഒരു ബാങ്കിന് അപേക്ഷിക്കേണ്ടത് 150 രൂപയാണ് അപേക്ഷാ ഫീസ്. തുടർന്നുള്ള ഓരോ ബാങ്കിനും, ഞാൻ പറഞ്ഞു ഒരു ബാങ്കിന് മാത്രമല്ല അല്ലെങ്കിൽ ഒരു സംഘത്തിന് മാത്രമല്ല, 2 or 3 അല്ലെങ്കിൽ അതിലധികമോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അത്തരത്തില് അധികമായി വരുന്ന ഓരോരോ സംഘത്തിനും അല്ലെ ഓരോ ബാങ്കിനും 50 രൂപ വീതമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. നമ്മൾ ടോട്ടല് 4 ബാങ്കിന് നമ്മൾ അപേക്ഷിച്ചുവെങ്കിൽ ഒന്നാമത്തേന് 50 രൂപ, പിന്നെ ഒന്നാമത്തേന് 150 രൂപ, പിന്നീട് വരുന്ന അവിടെ 2 ബാങ്കിനും 50 വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കണം. എത്രയാണോ അധികമായി വരുന്നത് ഓരോ അധികമായി വരുന്നതിനും നമ്മൾ എന്ത് ചെയ്യണം, 50 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കണം. ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിൽ ഒരു ബാങ്കിന് അല്ലെ ഒരു സംഘത്തിന് 50 രൂപയാണ് അടയ്ക്കേണ്ടത്. തുടർന്നുള്ള ഓരോന്നിനും വീണ്ടും 50 രൂപയാണ് അടയ്ക്കേണ്ടത്. അതാണ് അവിടെയുള്ള വ്യത്യാസമുള്ളത്. നമുക്ക് ആദ്യം 150 രൂപയും പിന്നീട് തുടർച്ചയായി വരുന്ന ബാങ്കുകൾക്ക് അല്ലെങ്കിൽ സംഘങ്ങൾക്ക് 50 രൂപയും, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ആദ്യത്തേന് 50, പിന്നീടുള്ള എല്ലാ തുടർച്ചയ്ക്കും 50. ഇതാണ് അവിടെ എന്ത് വരുന്നത്, അപേക്ഷാ ഫീസ് വരുന്നത്. ഇത് മാത്രം പോരാ, ഈ നമ്മൾ അടയ്ക്കുന്ന അപേക്ഷാ ഫീസിൽ 18% GST കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പരീക്ഷാ ഫീസ് മാത്രം അടച്ചാൽ പോരാ, എത്രയാണോ നമ്മൾ പരീക്ഷാ ഫീസ് ടോട്ടല് അതിന്റെ 18% GST കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും അപേക്ഷകരില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, അടുത്ത് നോക്കാം. എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്? അപേക്ഷകൾ സമർപ്പിക്കാൻ ഒരു അവസാന തീയതി ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം ഏതാണ്, മെയ് 30 അല്ലെങ്കിൽ എന്താണ്, ജൂൺ 30. അടുത്തത് അപേക്ഷയെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്, അല്ലെ അപേക്ഷ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക അവിടെ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ഒന്നാമത് അപേക്ഷയ്ക്ക് ഒരു അവസാന തീയതി ഉണ്ടാവും. നമുക്കറിയാം ജൂൺ 30 അല്ലെങ്കിൽ എത്രയാണ്, മെയ് 30 എന്നീ രീതിയിൽ ഒരു അവസാന തീയതി നമുക്ക് ഉണ്ടാവും. ആ അവസാന തീയതിക്കകം തന്നെ നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ എക്സാം നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും CSEBയുടെ എക്സാമിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതാണ് www.keralacseb.kerala.gov.in. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സന്ദർശിക്കണം. അതിൽ പുതിയ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ പൂർണ്ണമായും വായിച്ചു നോക്കുക. ആ വായിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, CSEB പരീക്ഷയ്ക്ക് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. തപാൽ മുഖാന്തരം അയക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഓൺലൈൻ മുഖാന്തരം നിങ്ങൾ നേരെ വെബ്സൈറ്റിൽ പോവുക, അവിടെയുള്ള വിജ്ഞാപനങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ, നോക്കാം അടുത്തത്. ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം തീരുന്നില്ല. ആ ഓൺലൈൻ എന്താണോ നമ്മൾ അപേക്ഷ സമർപ്പിച്ചത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പ്രിന്റ്, ഒരു കോപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണത്? അതായത് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ അതിൻ്റെ എന്തുണ്ടാവും, പ്രിന്റ് കിടക്കുന്നുണ്ടാവും, ഒരു കോപ്പി കിടക്കുന്നുണ്ടാവും. ആ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടത് കൂടിയാണ്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ടത്, നമ്മളെ ഈ വരുന്ന CSEB എക്സാമിന്റെ അവസാന തീയതി, അതായത് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഏപ്രിൽ 30 ആണ്. അപ്പൊ ഈ വരുന്ന CSEB എക്സാം ശ്രദ്ധിച്ചോളൂ. ഈ വരുന്ന CSEB എക്സാമിന്റെ അവസാനമായി നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട തീയതി എന്ന് പറയുന്നത് എത്രയാണ്? ഏപ്രിൽ 30 ആണ്. ഈ ഒരു തീയതി നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഏപ്രിൽ 30-നാണ് അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊരു തുടക്കക്കാർക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ പോകുന്ന ഒരാൾ എന്ന രീതിയിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. സോ ഇതൊക്കെ നോക്കിക്കൊണ്ട്, അതായത് വിജ്ഞാപനം, സൈറ്റിൽ വരുന്ന വിജ്ഞാപനം കറക്റ്റായി വായിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് മാത്രം ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ആദ്യമായിട്ട് CSEB എക്സാം എഴുതുന്നവർ പുതിയ പാറ്റേൺ അനുസരിച്ച് നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് എക്സാം എഴുതണം. കാരണം എന്താ,
ഇത്തവണ എക്സാം പാറ്റേൺ അനുസരിച്ചും അല്ലെങ്കിൽ എക്സാമിന്റെ മാർക്കിനനുസരിച്ചും ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സാമിന്റെ പാറ്റേണിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. സോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത്തവണ ഒരു റാങ്കിലേക്ക് നമുക്ക് എത്താൻ സഹായിക്കുള്ളൂ, അല്ലെങ്കിൽ സാധിക്കുള്ളൂ. സോ അത്തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു പുതിയ ബാച്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. CSEBയുടെ നമ്മളെ ജൂനിയർ ക്ലർക്ക് ക്യാഷുമായി ബന്ധപ്പെട്ട പുതിയ ബാച്ചാണ്. അപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പം എന്ത് ചെയ്യാം, അപ് ടു 30% ഓഫറോട് കൂടി നിങ്ങൾക്ക് ഇപ്പം ആ ബാച്ചിൽ ജോയിൻ ചെയ്യും. അതായത് നമ്മളെ 3 മന്ത് ബാച്ചാണ്. 3 മന്ത് 3500 രൂപ വരുന്ന 3 മന്ത് ബാച്ചിൽ നമുക്കിപ്പോൾ 2500 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും മടിച്ചു നിൽക്കണ്ട. പുതിയ പാറ്റേൺ അനുസരിച്ച്, പുതിയ എക്സാം രീതി അനുസരിച്ച്, പുതിയ ഗ്രേഡിംഗ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു എക്സാം ഈ വിഷുവിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചുകൊണ്ട് എഴുതാം. അപ്പോൾ ഇത്തവണത്തെ വിഷു ഞങ്ങളോടൊപ്പം ആവട്ടെ. അപ്പം മടിച്ചു നിൽക്കാതെ നിങ്ങൾ പുതിയ ബാച്ചിലേക്ക്, നിങ്ങളുടെ CSEBയുടെ 3 മന്ത് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് റാങ്കിലേക്ക് എത്താം. താങ്ക്